ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1724 ദിവസമായ ഇന്ന് 2026 ഫെബ്രുവരി മാസം 2 തീയതി തിങ്കളാഴ്ച, 1201 ആണ്ട് മകരമാസം 19 തീയതി. ഗുരുവചനങ്ങളിലൂടെ ദൈവികമായ സൽക്കർമ്മങ്ങളെയും പിതൃകർമാദികളെയും ഒരിക്കലും ചെയ്യാതിരിക്കരുത്. ഗുരുക്കന്മാരെയും പിതാക്കന്മാരെയും അതിഥികളെയും ദൈവം എന്ന പോലെ ആചരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജ ഗുരു എഴുതിയ ഗുരുവിരൽ എന്ന പുസ്തകത്തിൽ വിഗ്രഹഭാഷയിലെ ആരോഹണയോഗം എന്ന് വിവരിക്കുന്നതിൻ്റെ 19 ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. വിഗ്രഹഭാഷയിലൂടെ ശിവജ്ഞാനതത്വം ആവിഷ്കൃതമാകുന്ന പ്രക്രിയക്കിടയിൽ ആ ഭാഷയുടെ വികാസത്തിൽ ശിവജ്ഞാനതത്വം തന്നെ വഹിച്ചിട്ടുള്ള പങ്ക് കുറച്ചൊന്ന് വിശദീകരിക്കേണ്ടിയിരിക്കുന്നു. ശിവകുടുംബത്തിലെ ഓരോ അംഗവും പ്രായോഗികമായ ആധ്യാത്മിക തത്വത്തിൻ്റെ ഓരോ ഭാവത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ഗണപതിയുടെ കാര്യമെടുക്കുക. ശിവന്റെയും വേട്ടക്കാരിയായ ഭാര്യ പാർവതിയുടെയും ആദ്യ സന്താനമായ ഗജമുഖൻ വിശപ്പടങ്ങി സംതൃപ്തനായിരിക്കുന്നവനാണ്. വിശ്രമം, മനപ്രസാദം, സ്വസ്ഥത എന്നിവയുടെ മൂർത്തിമത് ഭാവമാണ് ഈ ദേവൻ. ഇതേ ഭാവങ്ങൾ തന്നെയാണ് തന്നെ ആരാധിക്കുന്നവനിൽ അഥവാ ജിജ്ഞാസുവിൽ ഗണപതി അങ്കുരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഏത് കാര്യവും ഗണപതി പൂജ ചെയ്തുകൊണ്ട് തുടങ്ങിയെങ്കിലേ ശുഭമാവുകയുള്ളൂ എന്ന് വിശ്വസിച്ചു പോരുന്നത്. പരിപൂർണത, സ്വാഭാവികത, സ്വാസ്ഥ്യം, സമനില എന്നിവ കൂടാതെ സാർവത്രികമായൊരു സഹാനുഭൂതി ഉൾപ്പെടുന്ന ഗുണങ്ങളോടുകൂടി ഒരു നടുനില വർത്തിക്കാൻ ശക്തനാക്കുന്ന മറ്റ് പല ഭാവങ്ങളും ധ്യാനനിരതനായി നിൽക്കുന്ന സാധകനായ ഭക്തന്റെ ഉള്ളിൽ ഉറയ്ക്കത്തക്ക വണ്ണമുള്ളതാണ് ഗണപതിയുടെ രൂപം. ഏവർക്കും നന്മ നിറഞ്ഞൊരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.